ഒരു ഉച്ചമയൊക്കെ കഴിഞ്ഞതേ കുളിയൊക്കെ പാസ്സാക്കി നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എടുത്ത കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്ത് അതാത് സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുക്കള കയറാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാ. അങ്ങനെ അതേ കത്തിക്കൊക്കെ നല്ലവണ്ണം മൂർച്ച വെപ്പിച്ചിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ നേരിട്ടായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് കരുതി. എനിക്ക് കട്ടിംഗ് ബോർഡിനെക്കാട്ടും ഇങ്ങനെ കൈകൊണ്ട് അരിയണതാണ് കുറച്ചുകൂടെ സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ സവോള അരിയതിന്റെ കരച്ചിലാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനടുത്ത് സവോള കാത്താട്ടെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് തിരുമിയ ശേഷം കടലപ്പൊടി ചേർത്ത് കൊടുക്കാട്ടാ. കടലപ്പൊടിയുടെ കോലം നോക്കിക്കണ്ടേ കട്ട പിടിച്ചു കേട്ടോ. പിന്നെ ഒപ്പം തന്നെ മൈദ, പിന്നെ ഇച്ചിരിക്കോളം അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിവട നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കാട്ടെ. ഒട്ടും വെള്ളം തരേണ്ട, കാരണം സവോളക്കകത്ത് വെള്ളം ഊറി വരും. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി ചെറുതായിട്ടൊന്ന് പരത്തി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഇലട്ട് എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ നമുക്ക് മുതലാകൂല. ഉള്ളിവട മൊരിയുന്ന നേരം കൊണ്ട് ഞാനൊന്നതേ കോലായിലോട്ട് വന്നതാണ് കേട്ടോ, ആമിക്കുട്ടിനെ നോക്കാൻ വേണ്ടി. കാരണം അപ്പം വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും ആമീനയുമായിട്ട് അപ്പം വന്നു കേട്ടാ. പിന്നെ ആമി നമ്മുടെ മിക്കിയും കൂടെ പിന്നെ ഒരു ഗുസ്തിയാണ് കേട്ടോ. ആ ഗുസ്തിയും കണ്ടോണ്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോന്നേ. കട്ടൻ ചായ കടപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 2 ഏലക്കയുടെ കുരുവും കൂടെ ചേർത്തിട്ട് നല്ല ഏലക്കയുടെ ചായ കുടിക്കാമെന്ന് കരുതി കേട്ടാ. അപ്പൊ നല്ല മൊരിഞ്ഞ ഉള്ളിവടയും കട്ടൻ ചായയും ആഹാ അടിപൊളിയാണേ. അപ്പം അതൊരിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിവട ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈകിട്ട് ഞാൻ ചായക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ചേട്ടനെന്നും പരാതിയാണ് എരിവെള്ളത് ഉണ്ടാക്കാനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് എരിവെള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആളിനി മിണ്ടാണ്ടിരുന്ന് കഴിച്ചോളും. അങ്ങനെ പിള്ളേരൊക്കെ ട്യൂഷന് പറഞ്ഞു വെച്ചിട്ട് ഞാനും ചായ കുടിക്കാനാണ് കേട്ടോ. എന്റെ സർക്കസ് കണ്ടിട്ട് മിക്കയുടെ നോട്ടം നോക്കിക്കണ്ടേ ഈ പെണ്ണുമ്പളൊക്കെ വട്ടായോ എന്നുള്ള രീതിയിലാണ് കേട്ടോ അവരെനിക്കിട്ട് നോക്കണത്. അതൊക്കെ പോട്ടെ. അപ്പൊ ഇതിന്റെ പുതിയ മെറൂൺ കളറുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇടാൻ എന്തൊരു സുഖമാണെന്ന് അറിയാം. ഇതിന്റെ സ്ലീവ് വന്നിട്ട് പഫാണ് കേട്ടോ. അങ്ങനെ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. അപ്പൊ ഇനി ക്യാമറ ആരും ഓഫാക്കി ഞാൻ തന്നെ തിരിച്ചു വന്നിട്ട് ഓഫാക്കണം. പത്രമാണ്.